സന്തോഷം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എം വി ജയരാജൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കണ്ണൂരിൽ ലഭിക്കുന്ന സ്വീകാര്യത തന്നെയാണ്. കണ്ണൂരിന്റെ ജയരാജേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി അദ്ദേഹം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ, സാധാരണക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത, ഇതൊക്കെ എടുത്തു പറയേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ കഴിഞ്ഞ 5 വർഷം എന്താണ് കെ സുധാകരൻ ചെയ്തത് എന്ന വലിയൊരു ചോദ്യം കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ വിലയിരുത്തപ്പെടുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. കൂട്ടിച്ചേർത്ത് പറയാവുന്നത് ഇന്നലെ മറ്റൊരു സംഭവം ഇന്നലെ കണ്ണൂരിൽ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടതാണ്. സന്തോഷ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. വൃദ്ധയായ ഒരു സ്ത്രീയെ, തങ്ങളുടെ പ്രവർത്തകയെ തന്നെ ഒരു പരാതിയുമായി ചെന്നപ്പോൾ കെ സുധാകരന്റെ പരിപാടിക്കിടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മർദ്ദിക്കുന്ന സംഭവം. ഇത്തരത്തിൽ രാഷ്ട്രീയ രീതിയിൽ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂരിൽ മുന്നേറുമ്പോൾ അതിനെയെല്ലാം തകർക്കുന്നതിന് വേണ്ടി വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കെ സുധാകരൻ എന്ത് ചെയ്തു എന്നൊരു വലിയ ചോദ്യം, എം വി ജയരാജന് ലഭിക്കുന്ന സ്വീകാര്യത, ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകേണ്ടത് കൂടിയാണ്. തീർച്ചയായും അഞ്ജന, അതായത് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ ആദ്യഘട്ടം മുതൽ തുടക്കം മുതൽക്ക് തന്നെ LDF സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മുൻതൂക്കം, അത് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അവസാന ഘട്ടം വരെയും അവസാന ലാപ്പിലെത്തുമ്പോഴേക്കും അത് അതേപടി തന്നെ നിലനിർത്താൻ LDF സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് LDF ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസം പകരുന്ന ഘടകം. അതിൽ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ എം വി ജയരാജൻ കണ്ണൂരിൽ ജനങ്ങൾക്കിടയിൽ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതാവാണ് അദ്ദേഹം. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ സംഘടനാപരമായി ഈ കണ്ണൂർ ജില്ലയിൽ പാർട്ടിയെ വളരെ കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകുന്ന നേതാവാണ്. അത്തരത്തിലുള്ള ഈ ജനങ്ങൾക്കിടയിലുള്ള ആഴത്തിലുള്ള വേരോട്ടവും സ്വാധീനവും എം വി ജയരാജന് ഒരു അനുകൂല ഘടകമാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന കാലത്ത്, എടക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഏറ്റവും മികച്ച നിയമസഭാംഗം എന്നുള്ള രീതിയിൽ പേരെടുത്ത ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ് എം വി ജയരാജൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം വഹിച്ച മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തുൾപ്പെടെ ഏറ്റവും നിർവഹണ രംഗത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള നേതാവാണ് എം വി ജയരാജൻ. അത്തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ കണ്ണൂരിലെ വോട്ടർമാർക്കിടയിൽ എം വി ജയരാജൻ ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് അഞ്ജന സൂചിപ്പിച്ചതുപോലെ ഈ UDF ക്യാമ്പ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, വോട്ടർമാരെ നേരിട്ട് കാണുമ്പോൾ കഴിഞ്ഞ 5 വർഷം നിലവിലെ MP ആയിരുന്ന കെ സുധാകരൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഒരു ചോദ്യമായി തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാണാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കെ സുധാകരൻ ഏറ്റവും ലോക്സഭാംഗം എന്നുള്ള രീതിയിൽ MP ഫണ്ട് ഏറ്റവും കുറവ് MP ഫണ്ട് ചെലവഴിച്ച MP-മാരുടെ പട്ടികയിലാണുള്ളത്. 25 കോടിയുള്ള MP ഫണ്ട്, അതിൽ 5 കോടി പോലും ചിലവഴിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം വോട്ടർമാർക്കിടയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ വികസനം, കണ്ണൂർ റെയിൽവേ വികസനം ഉൾപ്പെടെയുള്ള വളരെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങളിലൊന്നും കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി UDF ക്യാമ്പ് നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് പല ഘട്ടങ്ങളിലും കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ വളരെ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നത് മുസ്ലിം ലീഗും പൂർണ്ണമായി ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തോട് സഹകരിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ കണ്ണൂരിൽ റാലി എത്തിയപ്പോൾ ലീഗിൻ്റെ പച്ചക്കൊടിയുമായി എത്തിയ ലീഗ് പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ്സുകാർ അപമാനിച്ച് അധിക്ഷേപിച്ച് ഇറക്കിവിടുന്ന സാഹചര്യമുണ്ടായി. അത് ഈ UDFിൻ്റെ അകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട അമർഷത്തിന് ഇടയാക്കിയ വിഷയമായി മാറിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് UDFിൻ്റെ ക്യാമ്പ് കടന്നു പോകുന്നത്. LDFിനാകട്ടെ തുടക്കം മുതലുള്ള ആത്മവിശ്വാസം നിലനിർത്താൻ കഴിയുന്നുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി കൂടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തുമ്പോൾ അത് LDFിനുണ്ടാക്കുന്ന മുൻതൂക്കം വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അഞ്ജൻ. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അത് പ്രചരണത്തിന്റെ ആവേശം കൂട്ടുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണൂരിലും മുഖ്യമന്ത്രി മണ്ഡല പര്യടനം നടത്തുമെന്നത് തീർച്ചയാണ്.